ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായി കൊണ്ട് ഇടപെടും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഒരുപാട് റൂമറുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോഴിതാ റവ് സ്പോർട്സ് ഗ്ലോബലിൻ്റെ മാധ്യമ പ്രവർത്തകനായ രാഹുൽ ഗിരി ഒരു അപ്ഡേറ്റ് കൂടി നൽകിയിട്ടുണ്ട്. ഒരു റൂമറാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതായത് ഐ ലീഗ് ക്ലബ്ബായ ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടി കളിക്കുന്ന താരമാണ്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ലാംഗൂലൻ ഹാങ്ഷിങ്. അദ്ദേഹത്തിന് വേണ്ടി ISLലെ പല ക്ലബ്ബുകളും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരു ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു റൈറ്റ് ബാക്ക് താരത്തിൽ താല്പര്യമുണ്ട്. കൂടാതെ ഒഡീഷ FCക്കും താല്പര്യമുണ്ട്. എന്നാൽ ഈ ഒരു പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സോ അതല്ലെങ്കിൽ ഒഡീഷ FCയോ അല്ല, മറിച്ച് ഹൈദരാബാദും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളുമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതായത് ഹാങ്ഷിങ്ങിനെ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് ക്ലബ്ബുകൾ അത് ഈസ്റ്റ് ബംഗാളും ഹൈദരാബാദുമാണ് എന്നാണ് രാഹുൽ ഗിരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ താരത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തെ എത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ട്. കാരണം അവിടെ ഈസ്റ്റ് ബംഗാൾ ഉണ്ട്. എവിടെ നോക്കിയാലും ഈസ്റ്റ് ബംഗാൾ എന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അത്രയധികം താരങ്ങളിൽ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നു, ശ്രമങ്ങൾ നടത്തുന്നു. കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ അവർക്ക് കഴിയുന്നു. എഡ്മണ്ടിനെ അവർ സ്വന്തമാക്കി എന്ന കാര്യം കഴിഞ്ഞ ദിവസമാണ് മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്ന ഒരു താരമായിരുന്നു എഡ്മണ്ട്. പക്ഷേ ആ താരം ഈസ്റ്റ് ബംഗാളിലേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലായിടത്തും ഈസ്റ്റ് ബംഗാളിനെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇനി ഹാങ്ഷിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐ ലീഗിൽ 22 മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 2 ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ ഈ ഒരു പ്രതിരോധ നിര താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.